നമസ്കാരം പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്ന താരസംഘടന അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിലാണ്. നമുക്കറിയാം, താരസംഘടനയുടെ വാർഷിക പൊതുയോഗം ഈ മാസം 30-ാം തീയതി കൊച്ചിയിൽ ചേരുകയാണ്, ഗോകുലം പാർക്കിൽ വെച്ച് ചേരുകയാണ്. ഇത്തവണ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്കറിയാം, ഇടവേള ബാബു 25 വർഷക്കാലം താരസംഘടനയൊപ്പം നിന്ന് ഇടവേള ബാബു പടിയിറങ്ങിയാണ്. ആ ഇടവേള ബാബു പടിയിറങ്ങി ഇനി ആരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നുള്ള ആകാംക്ഷയുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരൊക്കെയാണ് എന്നുള്ള ആകാംക്ഷയുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ച്, എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നമുക്കെന്തായാലും നിലവിൽ ഈ വോട്ടിംഗ് പ്രക്രിയ നടത്തിയാണ്. ഇന്ന് 1 മണി വരെ, പത്രിക നൽകുന്ന ദിവസം ഇന്ന് 1 മണിയായപ്പോൾ ഇത് സമാപിച്ചു. എനിക്ക് തോന്നുന്നു 40ഓളം പേര് പത്രിക വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പല സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി 40ഓളം പേര് പത്രിക വാങ്ങിയിട്ടുണ്ട്. ആ സമയം ഇന്ന് 1 മണിക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെയാണ് ഇത് ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ബാലറ്റ് പെട്ടി ഓപ്പൺ ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് മത്സരത്തിനുള്ള എന്നുള്ള കൃത്യം എണ്ണം കിട്ടുന്നത്. അതിനുശേഷം 18-ാം തീയതി പിൻവലിക്കുന്ന ഡേറ്റാകും. 18-ാം തീയതി വരെ പിൻവലിക്കാനുള്ള ഡേറ്റാകും. 19-ാം തീയതി ഫൈനൽ ആരൊക്കെയാണ് മത്സരരംഗത്തുള്ള, ഏതൊക്കെ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടെന്നുള്ള 19-ാം തീയതി വരാം. ഈ പറഞ്ഞ പോലെ ഇന്ന് പത്രിക കൊടുക്കൽ അവസാനിച്ചിരുന്നു 1 മണിക്ക്. നാളെ 1 മണിയോട് കൂടി സ്ക്രൂട്ടിനിങ് നടക്കും. അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇനി എന്തെങ്കിലും പാളിച്ചൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ 18-ാം തീയതി ആരൊക്കെ മത്സരരംഗത്തുണ്ടെന്ന് ഫൈനൽ ലിസ്റ്റാകും. 19-ാം തീയതി ഫൈനൽ ലിസ്റ്റാകും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമുക്കറിയാം, ഇത്തവണ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. മോഹൻലാൽ എന്തായാലും ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുന്നില്ല. അത് മോഹൻലാൽ മാറാൻ വളരെ കൃത്യമായി തന്നെ മാറണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം എന്നാൽ അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാറണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആരും മാറരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം തുടരുന്നു എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇടവേള ബാബു 25 വർഷത്തോളം അമ്മയുടെ സേവനമനുസരിച്ച് ഇടവേള ബാബു പിന്മാറുമ്പോൾ ഈ താരസംഘടനയ്ക്കുണ്ടാകുന്ന ഒരു നഷ്ടം നമ്മൾ എടുത്തു പറയുകയാണ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അദ്ദേഹം ഇനിയുള്ള കാലവും ഇവരോടൊപ്പം ഒരുമിച്ച് നിൽക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ലാലേട്ടൻ എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരും. അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് എനിക്ക് കിട്ടിയ വിവരം വെച്ച് ഞാൻ മനസ്സിലാക്കാം. ഇപ്പം നിലവിൽ അമ്മയുടെ ഓഫീസിലേക്ക് നമ്മൾ കയറുകയാണ്. കാരണം ഇന്ന് പത്രിക കൊടുക്കലൊക്കെ അവസാനിപ്പിച്ച ദിവസമാകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അമ്മയുടെ ഓഫീസിലേക്ക് ഒന്ന് കയറുന്നത്. ഇത് ഇവിടുത്തെ മെമ്പർമാരുടെ ലിസ്റ്റാണ്. നോട്ടീസ് ബോർഡിൽ ഇലക്ഷൻ റൂൾ അനുസരിച്ച് 2024-27 ഇലക്ഷൻ പ്രക്രിയയുടെ വോട്ടർമാരുടെ ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഉള്ള അംഗന്മാരുടെ എത്ര അംഗങ്ങളുണ്ട് എന്ന് കൃത്യമായി തന്നെ കാണിക്കുന്ന ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നവർക്കെല്ലാം ഇത് കാണുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് ഏറ്റവും അവസാനത്തെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണുന്നത് 506 പേരാണ്. ഉണ്ടല്ലേ, 506 പേരാണ്. 506 പേർ. അതിൽ ഓണററി മെമ്പർമാർ 112, ലൈഫ് മെമ്പർമാർ 394. ഈ ഓണററി മെമ്പർമാർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ഇവർക്ക് വോട്ടവകാശമുണ്ട്, എന്നാൽ മത്സരിക്കാൻ അവകാശമില്ല എന്ന് മാത്രമേ. വോട്ടവകാശമാണ് ഇവർക്ക്. എല്ലാ ആനുകൂല്യം മേടിക്കുന്നവരുള്ളത് കൊണ്ട് അവർക്ക് മത്സരിക്കാൻ ഉള്ള അവകാശമില്ല, വോട്ടവകാശമുണ്ട്. ഈ ലിസ്റ്റ് പ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്തായാലും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇടവേള ബാബു മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പെട്ടിയിൽ എത്ര പേര് വോട്ട് പത്രിക കൊടുത്തതെന്ന് എനിക്കറിയില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദീഖ് തന്നെയാണ്. നടൻ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമുക്ക് കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്ന മണിയമ്പിള്ള രാജുവും ശ്വേതാ മേനോനുമായിരുന്നു. ഇത്തവണ ജഗദീഷ്, കഴിഞ്ഞ തവണ ജഗദീഷ് ഉണ്ടായിരുന്നില്ല, ഇതിന് മുമ്പിലത്തെ വർഷം ജഗദീഷ് ഉണ്ടായിരുന്നു. നടൻ ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. മറ്റ് എതിർ സ്ഥാനാർത്ഥികളുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരമാണ്. ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന മഞ്ജു പിള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഈ പറഞ്ഞ പോലെ ട്രഷറർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ നടൻ സിദ്ദീഖായിരുന്നു. ഇത്തവണ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുള്ളതുകൊണ്ട് ഈ തവണ ഈ ട്രഷറർ സ്ഥാനത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ഉണ്ണി മുകുന്ദൻ പത്രിക നൽകിയെന്നാണ് കിട്ടുന്നത്. എതിർ സ്ഥാനാർത്ഥികളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ണി മുകുന്ദൻ പത്രിക നൽകിയ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനവും നല്ല ഒരു സ്ഥാനത്തിലേക്ക് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ഒപ്പം തന്നെ നിൽക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ ബാബുരാജ്, കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഇത്. ഞാൻ പറയുന്നു, മോഹൻലാൽ പ്രസിഡൻ്റാകുന്നു, ജനറൽ സെക്രട്ടറിയായിട്ട് സിദ്ദീഖ്, വൈസ് പ്രസിഡൻ്റായി ജഗദീഷും മഞ്ജു പിള്ളയും, ട്രഷററായിട്ട് ഉണ്ണിമൂന്തൻ, അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ബാബുരാജ്. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ പെട്ടിയിൽ ആരൊക്കെയാണ്
പത്രിക സമർപ്പിച്ചെന്നറിയില്ല. ഇനി അവർക്കെതിരെ മത്സരമുണ്ടോ എന്നറിയില്ല. ഔദ്യോഗിക പാനൽ 2 പാനലായിട്ട് ഇത്തവണ മത്സരമില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എല്ലാവരും സെപ്പറേറ്റ് നിൽക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ മത്സരിക്കുന്നവരെല്ലാവരും മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ രീതിക്കാണ് തീരുമാനം പോയി. അതുകൊണ്ട് എത്ര പേര്, ഞാൻ പറഞ്ഞ നേരത്തെ 40ഓളം പേര് പത്രിക സമർപ്പിക്കാൻ കൊണ്ടേയിരുന്നു. അവർ പെട്ടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നാളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിലാരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണുകയും വേണം. ഇനി എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ കാര്യത്തിലാണ്. എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ കാര്യത്തിൽ നല്ല ഒരു മത്സരം വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. നല്ല മത്സരം എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ സ്ഥാനത്തേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമുക്ക് ഇടവേള ബാബു പടിയിറങ്ങിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിലുണ്ട്. അദ്ദേഹം പടിയിറങ്ങുന്ന നിമിഷത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ, അദ്ദേഹം ഇറങ്ങുന്ന കാര്യം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ആ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തായാലും ഈ ക്യാബിൻ, ഈ ആസ്ഥാന മന്ദിരം ഉയർന്നപ്പോൾ തൊട്ട് ഈ ക്യാബിൽ നമുക്കറിയാം ഇടവേള ബാബുവിന് മുകളിൽ റൂമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഇത് തന്നെയായിരുന്നു. ജനറൽ സെക്രട്ടറിയുടെ റൂം മുകളിലുണ്ട്. ലാലേട്ടൻ്റെ റൂമിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റൂമുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഇവിടെ തന്നെയായിരുന്നു. കാരണം ഒരു അംഗങ്ങൾ പെട്ടെന്ന് വന്ന് അല്ലെങ്കിൽ കാണേണ്ടവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരുത്തി വിസിറ്റേഴ്സിനെ ഇവിടെ ഇരുത്തി സംസാരിക്കുന്ന നിലയിലേക്കായിരുന്നു ഈ ക്യാബിനുണ്ടായിരുന്നു. ഇനി ഈ ക്യാബിനിൽ ആരാണ് ഇരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടറിയണം. ഇപ്പം ഇലക്ഷൻ്റെ പ്രക്രിയയൊക്കെ പൂർണ്ണമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിദ്ദീഖായും അതോടൊപ്പം ഇടവേള ബാബു ചേട്ടനും ആശയവിനിമയം നടത്തുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഇലക്ഷൻ മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്കുമാണ്. ഇലക്ഷൻ്റെ ചൂടിലാണല്ലോ നമ്മൾ. ഒരു ചൂടിലുമില്ല, ഇലക്ഷനൊന്നും ഒരു ചൂടുമില്ല. ഞാനിവിടെ ഷൂട്ടിങ്ങിന് പോണ വഴി ബാബുവിനെ കാണാൻ വേണ്ടി ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷനൊന്നും കാര്യങ്ങളായിട്ടില്ല. എൻ്റെ നോമിനേഷനൊക്കെ ആളുകൾ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ചൂടൊന്നുമില്ല. ഇതിപ്പോൾ അമ്മയുടെ എല്ലാ മെമ്പേഴ്സും അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്ന ആളുകൾ മെയിൻ സ്ഥാനത്തേക്ക് വരും. അതല്ലാത്തൊരു മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. എനിക്ക് സിദ്ദീഖായ സ്ഥാനത്തൊന്നും ഞാൻ ചോദിക്കില്ല. എനിക്ക് കിട്ടിയ ലിസ്റ്റ് വെച്ച് ഞാൻ പ്രഷർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയില്ല. സിദ്ദീഖാണെന്ന് പറയും. എനിക്ക് കിട്ടിയതൊക്കെ ശരിയാകണമെന്നില്ലല്ലോ, തെറ്റാകാനുമുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖുണ്ട്. കഴിഞ്ഞ ട്രഷറർ സ്ഥാനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാത്തിലെയും ദുഃഖത്തിലാക്കി ഇടവേള ബാബു ചേട്ടൻ ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരാൻ ഒരു യോഗ്യനാണ്. ഇതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഇല്ലേ, വരുന്നവരൊക്കെ വരട്ടെ, നാളെ വന്നിട്ടൊക്കെ പറയാം. അത് മതി. നമുക്കൊക്കെ ആഗ്രഹം നിങ്ങളൊക്കെ വന്നാൽ കൊള്ളാമെന്ന്. ശരി, എന്തായാലും ഇടവേള ബാബു ഏക്കാലും പടി ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പിച്ചു. നിങ്ങളെല്ലാം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇടവേള ബാബുവിന് പടിയിറങ്ങി പോകാൻ പറ്റില്ല. ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഒരു ഇടവേള എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പേര് പോലെ പിന്നല്ല, അദ്ദേഹം അങ്ങനെ കളഞ്ഞിട്ടൊന്നും പോവില്ല. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അങ്ങനെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ബാബു ചേട്ടാ, ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്തായാലും പോകാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഉറപ്പിച്ച തീരുമാനമായിരുന്നു, ഇനി മാറ്റമില്ല എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി എന്നൊക്കെ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. ഞാൻ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ വേറെ ഒന്നുമില്ല, ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള ഇതിലാണ്. അല്ലാണ്ട് അമ്മയോടുള്ള സ്നേഹക്കുറവോ അല്ലെങ്കിൽ വഴക്കോ ഒന്നുമില്ല. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, ഏത് സമയത്ത് വിളിച്ചാലും ഞാനുണ്ട്. പിന്നെ ഇതിലെ ഓരോ കഥയിൽ പറയുന്ന ഓരോ മൺതിരിയും നമുക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞ പോലെ ഇത് ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മുടെ ആൾക്കാരില്ല വരുന്നത്. ഇതിനിപ്പോൾ ഒരു സിസ്റ്റമുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സിസ്റ്റമുണ്ട്, അത്യാവശ്യം നമ്മുടെ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ കിട്ടാനുള്ള സോഴ്സുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് അല്ലാതെ വേറൊരു അത്ഭുതങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഭൂരിപക്ഷം അംഗങ്ങളും പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വേവലാതി നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അവരുടെ ആവശ്യം, പ്രത്യേകിച്ച് ഹോസ്പിറ്റലൈസേഷനൊക്കെ വലിയ ഒരു ബാധ്യത തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ നമുക്ക് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിൽ ഒരു വലിയ ചുമതല നമ്മുടെ ഭാഗത്തുണ്ട്. അത് നമ്മുടെ ഒരു അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ സാധിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ബാബുചേട്ടൻ എനിക്ക് തോന്നുന്നു പറയുന്നത് എക്സിക്യൂട്ടീവിൽ പോലും ഇല്ലയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ താങ്കളുടെ സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾക്കൊക്കെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഈ ഓഫീസിൽ കാണുമെന്ന് നമുക്കൊക്കെ വിശ്വസിക്കാമല്ലോ അല്ലേ? അത് വേണ്ട കാര്യമില്ല, ചുമതലയില്ല, നമ്മുടെ ഭാഗമല്ലേ. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിസ്റ്റമുണ്ട്. അത് ഫോളോ ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. എല്ലാത്തിനും റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരിക്കുന്നവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് തുടർന്ന് അവർ ചെയ്യും. അത് ചെയ്താലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകാം. ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തിനുണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കൂടി ഇറങ്ങി പോകണ്ട എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണണം
അതുപോലെ നമ്മളുണ്ടാവും ഒരു സ്ഥലത്തുങ്ങളിൽ അമ്മയുടെ ഓഫീസിൽ വന്നാൽ ചിരിക്കുന്ന മുഖമായിട്ട് നിങ്ങൾ ഇനിയും കാണും. ഞങ്ങൾക്ക് പുറത്തുള്ള മാതൃപ്പുറത്ത് ഇവിടുത്തെ അംഗങ്ങൾക്കും അങ്ങനെ തന്നെ കാണണം. അതാണ് നമുക്കുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്രിക സമർപ്പിച്ചത്. ഇന്ന് 1 മണിക്ക് ക്ലോസ് ചെയ്തു. ഇനി നാളെയാണ് ഇതിൻ്റെ സ്കൂട്ടനിങ് നടക്കുമ്പം എത്ര പേരുണ്ട് മത്സരത്തിനുണ്ടെന്ന് അറിയാൻ പറ്റും. 18-ാം തീയതി ഫൈനൽ ലിസ്റ്റാകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ബാബുരാജ് ഇവിടെ ഉണ്ട്. ബാബുരാജ് ഫോണിലാണെന്ന് തോന്നുന്നു. ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് വോട്ടിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ഈ അമ്മയുടെ ഓഫീസ് പണിയുന്ന കാലം തൊട്ട് ഇവിടെ വരുന്നത് എപ്പോഴും വരുമ്പോൾ കാണുന്ന ആക്റ്റീവായ ഒരു മെമ്പറാണ് കേട്ടോ ബാബുചേട്ടൻ. ബാബുരാജ് ഇവിടെ കാണും. ഇടവേളഭവനോടൊപ്പം തന്നെ എപ്പോഴും ഇവിടെ കാണുന്ന ആളാണ്. ഇലക്ഷൻ അടുത്തു. കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ്. ഇത്തവണ ഏതിലേക്കാണെന്ന് എനിക്ക് കിട്ടിയ ഊഹ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും പരസ്യമായിട്ട് പറഞ്ഞില്ല. എനിക്ക് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ കാര്യങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. ആരൊക്കെ ഇലക്ഷന് മത്സരിച്ചാലും നമ്മുടെ കാര്യങ്ങൾ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ സഹായിക്കലാണ് അതിൻ്റെ മെയിൻ കടമ. സംഘടനയുടെ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷം ഒരു ഇൻഷുറൻസ് എന്നുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു 1.5 കോടി രൂപ സമാഹരിക്കണം. കൈനീട്ടം കൊടുക്കാൻ കാശ് വേണം. അപ്പോൾ ഇത് ഷട്ടർ വീണ് പോകരുത്. ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് നമുക്ക് ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് ഏട്ടനും അങ്ങനെ ആരൊക്കെയാണോ, രാജുവും ഫഹദും എല്ലാം ഉള്ള അങ്ങനെ ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ നമുക്കിത് പൈസ സമാഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നടന്നു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഓടി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ വർഷം പോലെ സ്ത്രീകൾക്ക് പ്രാധാന്യമൊക്കെ കൊണ്ട് ഈ തുണയുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ജനകീയമായില്ല. ഇപ്പം നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രളയമാണ് മറ്റേ ആപ്ലിക്കേഷൻ്റെ, സ്ത്രീകളുടെ ആപ്ലിക്കേഷനിലൊക്കെ പ്രളയമാണ്. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ പ്രസിഡന്റായി തുടരുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പായി. നമ്മൾ അറിയുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബു പടിയിറങ്ങുന്നു. അതെങ്ങനെ കാണുന്നു? അതൊരു ഈ പറയുന്ന പോലെ നമുക്ക് അതെങ്ങനെ കാണുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കാരണം പുള്ളി ഇരിക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഇത് നമുക്കറിയില്ല. ഇപ്പം അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. സംഘടന മുന്നോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് നമ്മളിന്ന് ഓടി നടക്കാൻ സിദ്ധിക്കാനും സഹായിക്കാനും കൂടിയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കുറ്റം പറയാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും നല്ല രീതിക്ക് പോകുന്ന സംഘടനയാണ്. അതെ. കാരണം ഇതിനകത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഈ സംഘടനയിൽ 2 വിഭാഗമാണ് മെയിനായിട്ടുള്ളത്. ഒന്നുള്ളവരും ഒന്നില്ലാത്തവരും. അതെ. ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരും, അസുഖമുള്ളവരും അസുഖമില്ലാത്തവരും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗത്തിനെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ അംഗമായുള്ളവരെ അവരെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നിന്ന് പോകരുത്, കൈനീട്ടം നിന്ന് പോകരുത്, ഇൻഷുറൻസ് നിന്ന് പോകരുത്, ഇതിന് ഷട്ടർ വീഴരുത്. അതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. 30-ാം തീയതി വരെ കാത്തിരിക്കാം. ആരൊക്കെ വരും എന്നുള്ളത് 30-ാം തീയതി വരെ കാത്തിരിക്കാം. ഈ പറഞ്ഞ പോലെ 1,30,00,000 വേണം ഒരു വർഷം ഈ താരസംഘടന മുന്നോട്ട് പോകാൻ. കാരണം കൈനീട്ടം കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഈ പദ്ധതികളൊന്നും നിന്ന് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നല്ലൊരു ഭരണസമിതി വരാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത്. എന്തായാലും ഇടവേള ബാബു പടിയിറങ്ങുമ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണ് എന്ന് കാത്തിരുന്ന് കാണേണ്ടതായി വരും. നമുക്ക് ലാലേട്ടൻ പ്രസിഡൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് തന്നെയാണ്. പത്ര കൊടുത്തതിന് എതിർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹമുണ്ട്. ആ രീതിക്ക് പോകുമ്പോൾ നമുക്കിനി ആരൊക്കെയായിരിക്കും ഈ മേഖലയിൽ വരുന്ന 30-ാം തീയതി വരെ കാത്തിരിക്കാം. എന്തായാലും താരസംഘടനയുടെ വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണമെന്ന് തന്നെ താരസംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒന്ന് വോട്ട് ചെയ്ത് നല്ലൊരു ഭരണസമിതി ഉണ്ടാകട്ടെ. ഇനിയുള്ള യാത്ര ഭരണസമിതിക്ക് നല്ല രീതിയിൽ നടത്താനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.